പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ചാർജ് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വെടിക്കെട്ടിന് തിരികൊളുത്തിയിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. അതെന്തുകൊണ്ടാണ് ചാർജ് തന്നില്ല എന്ന് തനിക്ക് അറിയില്ല എന്നും തനിക്ക് ആരോടും പരാതിയില്ല എന്നുമാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായി വിശദമായിട്ട് സംസാരിക്കാനും ചാണ്ടി ഉമ്മൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ AI ഗ്രൂപ്പുകൾ ശിഥിലമായി കിടക്കുകയാണ്. ആ ശിഥിലമായി കിടക്കുന്നിടത്ത് പുതിയ ഗ്രൂപ്പുകാർ അതിന്റെ കടിഞ്ഞാൺ പിടിക്കാനുള്ള ഓട്ടത്തിലാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഇതിനിടയിലാണ് കെ സുധാകരനെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് VD സതീശന്റെ പക്ഷം ഹൈക്കമാൻഡിനെ കണ്ടെന്നും പുതിയ ഒരു നേതൃത്വം വരണം എന്നും പറഞ്ഞുവെന്ന് വെളിയിൽ റിപ്പോർട്ടുകൾ വരുന്നത്. VD സതീശനാണ് ഇതിന് പിറകിൽ എന്നാണ് പലരും ആരോപിക്കുന്നത്. പുതിയൊരു ഗ്രൂപ്പ് സമ്പ്രദായം പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ള ചിന്തയിലാണ് പ്രവർത്തകരും. നമുക്കെല്ലാവർക്കും അറിയാം, ചാണ്ടി ഉമ്മൻ ഒരു ദിവസത്തേക്ക് മാത്രമാണ് പാലക്കാട് പ്രചാരണത്തിന് പോയത്. അവിടെയുള്ള നേതാക്കന്മാരോടുള്ള അതൃപ്തി തന്നെയായിരുന്നു. തന്നെ നേതൃത്വം വിളിച്ചാൽ മാത്രമേ താൻ പോകുള്ളൂ എന്നാണ് താൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് എന്നും ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ടായിരുന്നു. കെ സുധാകരനെതിരെ വമ്പിച്ച ഒരു നീക്കമാണ് പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുധാകരനെ മാറ്റണമെന്ന് പറഞ്ഞ് സതീശൻ പക്ഷം പിടിമുറുക്കുമ്പോൾ ഇപ്പോൾ സുധാകരനൊപ്പം രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെയുള്ള കുറെ പഴയ ടീമുകളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ഒരുമിച്ചുകൊണ്ട് അതിനെ തടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മറ്റൊരു വലിയൊരു മാറ്റത്തിനൊന്നും ഇപ്പോൾ ഹൈക്കമാൻഡ് തയ്യാറാകും എന്ന് തോന്നുന്നില്ല. ഏകപക്ഷീയമായി VD സതീശൻ പാർട്ടിയെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരസ്യമായ രഹസ്യമാണ് എങ്കിലും അത് രഹസ്യമായി തന്നെ എല്ലാവരും പറയുന്നത് VD സതീശൻ പാർട്ടിയെ കൈകളിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. തനിക്ക് വേണ്ടപ്പെട്ടവരെയെല്ലാം കീ പോസ്റ്റുകളിൽ സ്ഥാപിച്ചുകൊണ്ട് തന്റേതായ ഒരു ഗ്രൂപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് എല്ലാവരും രഹസ്യമായി തന്നെ പറയുന്നത്. എന്തായാലും ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യൂ എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പാലക്കാട് ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ പോരാടിയപ്പോൾ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ പാർട്ടിക്ക് നല്ലത്. ഇതിനകത്ത് ഇനിയൊരു ഗ്രൂപ്പുകൾ കൊണ്ടുവന്നാൽ, ഗ്രൂപ്പ് മേധാവിത്വം വന്നു കഴിഞ്ഞാൽ ഇത് പാർട്ടി പഴയതിൽ നിന്നും പിന്നെയും താഴേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ കേൾക്കാം. അല്ല, അങ്ങനെ എന്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹം പ്രസിഡന്റായ ദിവസം മുതൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തകർക്ക് വേണ്ടി ശക്തമായ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തെ നേതൃത്വത്തിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. മികച്ച വിജയമാണ് UDF അതിനകത്ത് നേടിയിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു കാര്യം അത് ചർച്ച പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് താഴെത്തട്ടിൽ. അതിന് താഴെത്തട്ട് മുതൽ മേളി വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതുണ്ടാവുന്നു. അതിനകത്ത് APCC പ്രസിഡന്റിന് ഉത്തരവാദിത്വം, അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അതിന്റെ മറുപടിയല്ല. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത്. എന്തായാലും കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ ഓരോന്നായി വെളിയിലേക്ക് വരികയാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ ഈ ഒരു പ്രസ്താവന പല ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ ചർച്ചകൾക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയെ കൈക്കൊള്ളിൽ ഒതുക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നുള്ള ചർച്ചകൾക്കെല്ലാം വഴിവെച്ചിട്ടുണ്ട്. ചാണ്ടി ഉമ്മന് പിന്തുണയുമായിട്ട് കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെയുള്ള പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞത് താൻ സംസാരിച്ചിട്ടില്ല ഇതുവരെയും ചാണ്ടി ഉമ്മനുമായിട്ട്. ഇന്ന് രാവിലെയാണ് ഞാനിത് കേട്ടത്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും, കമ്മിറ്റിയിൽ ഇത് അവതരിപ്പിക്കും, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ചാണ്ടി ഉമ്മൻ അവിടെ പറയട്ടെ എന്നാണ്. അതുപോലെ തന്നെ മുരളീധരനും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് മുരളീധരന്റെ വാക്കുകളിലേക്ക് പോകാം. പാർട്ടിയിൽ മൊത്തം ചില അസ്വസ്ഥതകളുണ്ട്, അത് പരിഹരിക്കണം. അത് പരിഹരിക്കുകയാണെങ്കിൽ പാർട്ടി യോഗം വിളിക്കണം. സാധാരണ പരാതി പറയുന്നവരോട് പറയും പാർട്ടി മീറ്റിംഗിൽ പറയണമെന്ന് പറയും. പക്ഷെ പാർട്ടിയുടെ യോഗം വിളിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാഷ്ട്രീയകാര്യ സമിതിയോ എക്സിക്യൂട്ടീവോ ഏതാണ് അനുയോജ്യമെങ്കിൽ അത് വിളിച്ചു ചേർത്ത് എല്ലാ കാര്യങ്ങളും തീരുമാനം ഉണ്ടാക്കണം. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ചാണ്ടി ഉമ്മൻ പ്രായമായിട്ടുള്ള ആളല്ലല്ലോ, അദ്ദേഹത്തിന് അതിൽ അസ്വസ്ഥതയുണ്ട്. അതാണ് പറഞ്ഞത്, അത് പരിഹരിക്കണം. ഒരിക്കലും KPC പ്രസിഡന്റിനെ മാറ്റേണ്ട ഒരു ചർച്ചയിലേക്ക് പോകുന്നത് തന്നെ ശരിയല്ല.
എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൂടെ ഇലക്ഷൻ ജയിക്കുന്നില്ലേ? ഇപ്പോ 2 ബൈ ഇലക്ഷൻ അല്ല 3 ബൈ ഇലക്ഷനിൽ സിറ്റിംഗ് സീറ്റുകൾ 2 നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ലോക്സഭയിൽ 20-18 ജയിച്ചു. അതൊക്കെ KPCCക്കും കൂടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യം എന്താ? ഇത് തന്നെയാണ് പലരും ചോദിക്കുന്നത്. KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ലെന്നും തിരഞ്ഞെടുപ്പുകളെല്ലാം നല്ല വിജയമാണ് കോൺഗ്രസ് കൈവരുത്തിയിരിക്കുന്നതെന്നുമാണ് കെ മുരളീധരൻ പറയുന്നത്. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മന്റെ പ്രശ്നം എന്താണെങ്കിലും അത് പറഞ്ഞ് ഒത്തുതീർപ്പിലാക്കണം എന്നും പറയുന്നുണ്ട്. പാർട്ടി വേദികളിൽ ഇത് പറയാൻ പാർട്ടി വേദികളിൽ മീറ്റിംഗ് ഒന്നും വിളിക്കുന്നില്ല എന്നാണ് മുരളീധരൻ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ വിളിച്ച് എത്രയും പെട്ടെന്ന് മീറ്റിങ്ങുകൾ വിളിച്ച് ഇതിലൊരു ചർച്ച വേണം എന്നും പറയുന്നുണ്ട്. സുധാകരനെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവും മാറണം. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുമാണല്ലോ എല്ലാ ഇലക്ഷനും മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പൊ എന്ത് വന്നാലും ഉത്തരവാദിത്തം 2 പേർക്കുമാണ്. അപ്പോൾ ഇവർ 2 പേരും വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും എന്താണെങ്കിലും ഇവർ തന്നെയാണ് അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദികൾ. അപ്പോൾ ഒരാളെ മാത്രം മാറ്റിക്കൊണ്ട് മറ്റൊരാളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു ശീലം പണ്ട് മുതലേ കോൺഗ്രസിനുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ഇത് സംഭവിക്കുമെന്ന് അറിയില്ല. ചെറുപ്പക്കാരായ ഒരു സംഘങ്ങൾ VD സതീശന്റെ കൂടെ ഉള്ളപ്പോൾ മറ്റ് പഴയ ഇടഞ്ഞു നിന്നിരുന്ന പഴയ AI ഗ്രൂപ്പുകളിൽ നിന്ന് മാറി നിന്നിരുന്നവർ, ഗ്രൂപ്പ് ശിഥിലമായതുകൊണ്ട് മാറി നിന്നവരെല്ലാം ഇപ്പോൾ ഒന്നിച്ച് ചാണ്ടി ഉമ്മനൊപ്പം കൂടിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയ തർക്കത്തിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ അത് പാർട്ടിക്ക് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് തിരിച്ചറിയാൻ നേതൃത്വത്തിന് കഴിഞ്ഞാൽ മാത്രമേ ഈ പാർട്ടി ഇനി രക്ഷപ്പെടുകയുള്ളൂ. ഇങ്ങനെ വിഴിപ്പലക്കിക്കൊണ്ടിരുന്നാൽ അത് മറ്റുള്ളവർക്ക് അതൊരു ചാൻസായി മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രമേശ് ചെന്നിത്തല ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ചാണ്ടിയമ്മനോട് ഈ കാര്യം സംസാരിക്കാം. ഇതുവരെ സംസാരിച്ചില്ല. ഞാൻ ഈ വാർത്തയാണ് ഇപ്പോൾ കണ്ടത്. എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. തീർച്ചയായിട്ടും ചാണ്ടിയമ്മനെ പോലുള്ള ഒരു MLA-ക്ക് എല്ലാ MLA-മാർക്കും ചാർജ് കൊടുത്തതാണ്. ഞാൻ ബോംബെയിൽ 2 MLA-മാർക്ക് ചാർജ് കൊടുത്തപ്പോൾ അവരെ കൂടെ തിരിച്ചു വിളിച്ച് ചാർജ് കൊടുത്തതാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അൻവർ സാദത്തിനെയും സജീവ് ജോസഫിനെയും ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വിട്ടതാണ്. അപ്പൊ എല്ലാ MLA-മാർക്കും ചാർജ് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അല്ല, തീർച്ചയായിട്ടും ഒരു പാർട്ടി ആകുമ്പോൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചും ഒറ്റക്കെട്ടായും കൊണ്ടുപോകേണ്ടതാണ് പാർട്ടി നേതൃത്വത്തിന്റെ ചുമതല. അത് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ആ കാര്യം സംസാരിച്ച് എന്താണെന്ന് നേതൃത്വം ബോധ്യപ്പെടും എന്നാണ് എന്റെ വിശ്വാസം. ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിച്ചപ്പോൾ VD സതീശൻ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. താനല്ല ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടത്, അത് KPCC പ്രസിഡന്റ് പറഞ്ഞോളും എന്നാണ് പറയുന്നത്. പല വിഷയങ്ങളും ഇങ്ങനെ ചോദിക്കുമ്പോൾ VD സതീശൻ KPCC പ്രസിഡന്റ് തലയിലെടുത്തിടാറുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല യോജിപ്പിലല്ല എന്നുള്ളത് പരസ്യമായ രഹസ്യവുമാണ്. ഞാനായിരുന്നു മറുപടി പറയുന്നത്. ഞാനെങ്ങനെ മറുപടി പറഞ്ഞു? ഞാനതിനൊന്നും മറുപടി പറഞ്ഞു. അത് KPCC പ്രസിഡന്റ്. ഇല്ല, ഞാനതിനൊന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നിർബന്ധിച്ച് ഞാൻ പറയും. ഞാനൊന്നും മറുപടി പറയും. വേറെ വല്ലതും ഉണ്ടോ? വേറെ ഏതെങ്കിലും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ പുനഃസംഘടനയിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യം ലഭിക്കണം. കാരണം നിലവിൽ ഞാൻ പുനഃസംഘടനയെ പറ്റി പറയാനുള്ള ആളല്ല. ഞാനല്ല അത് പറയേണ്ടത്. അത് KPCC AICC നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. ഞാൻ അതിലൊന്നും സംസാരിക്കും. അപ്പോൾ തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെന്നും അതെല്ലാം KPCC പ്രസിഡന്റാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുനഃസംഘടനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പുനഃസംഘടനയെക്കുറിച്ച് താനല്ല ഇതിൽ അഭിപ്രായം പറയേണ്ടതെന്നും പുനഃസംഘടന എന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് സംസാരിക്കാൻ പാടുള്ളൂ, അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതിയല്ലോ എന്നാണ് പറയുന്നത്. എന്താ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാലക്കാട് ഇലക്ഷൻ കഴിയുമ്പം ഉടനെ തന്നെ ഒരു അടി പൊട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പല പാർട്ടികളിലും അടി പൊട്ടിക്കഴിഞ്ഞാലാണ് ഇപ്പോൾ കോൺഗ്രസിൽ അടി പൊട്ടിയിരിക്കുന്നത്. ചാണ്ടി ഉമ്മന്റെ ഈ ഒരു പ്രസ്താവന കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്ന പുതിയ ഗ്രൂപ്പ് സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ KPCC പ്രസിഡന്റിനെ മാറ്റുക എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവും മാറിയിരിക്കണം. അതാണ് പ്രവർത്തകരിൽ കൂടുതൽ പേരും പറയുന്നത്. അതാണ് സുധാകരപക്ഷം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.